ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ജാമാണ്. ഇതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കുക. ഞാനിവിടെ ഒരു 6 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നാര് കുറഞ്ഞിട്ടുള്ള മാങ്ങ വേണം നോക്കിയെടുക്കാനായിട്ട്. തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കണം. നമ്മളിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ കുറേശ്ശായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അരച്ചെടുത്തതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളമായാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറും. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഈ അരച്ച് വെച്ച മാങ്ങ, പിന്നെ പഞ്ചസാര വേണം. ഞാനിവിടെ 6 മാങ്ങക്ക് 3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഇരട്ടി വെള്ളം വേണം. 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാരയുടെ ഇരട്ടി തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കറുകാപ്പട്ടണം, ഒരു വലിയ കഷ്ണം കറുകാപ്പട്ടണം കൂടെ എടുക്കുക. നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ചൂടാക്കി വെക്കാം. നമുക്ക് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 6 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പഞ്ചസാര എടുത്തതിൻ്റെ ഇരട്ടി തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പഞ്ചസാര അതിൽ അലിഞ്ഞു വന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കറുകാപ്പട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം പഞ്ചസാര കുറുക്കണം. കുറുകിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കേണ്ടത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി, കുറുകേണ്ട കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് പരുവത്തിലൊന്നും ആവരുത്. ജസ്റ്റ് ഒരു വഴുവഴുപ്പ് വരുന്ന ആ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ചേർത്താനുള്ള സമയമാവും. ഇപ്പോൾ അത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കുറുകുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒട്ടും തന്നെ അടി പിടിക്കാതെ ഇളക്കാൻ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ ജാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകമായ കൺസിസ്റ്റൻസി. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. നന്നായിട്ട് തണുത്ത് കുറച്ചും കൂടെയൊക്കെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.